അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, 2 മാസക്കാലം നമ്മൾ നിരന്തരമായി ക്ഷണിച്ച് നമ്മളിലേക്ക് വന്നെത്തിയ നമ്മുടെ വിരുന്നുകാരൻ നമ്മളോട് വിട ചോദിച്ച് തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സകം നീറുകയാണ്, വേദനിക്കുകയാണ് നമ്മുടെ വിരുന്നുകാരൻ്റെ തിരിച്ചുപോക്കോർത്തുകൊണ്ട്. അതായത് പരിശുദ്ധമായ റമദാൻ നമ്മളെ ക്ഷണിച്ചു വരുത്തിയ വിരുന്നുകാരനാണല്ലോ. നീണ്ട ഒരു മാസക്കാലത്തെ നമ്മളോടുകൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് നമ്മളിൽ നിന്ന് വിട ചോദിച്ചു പോവുകയാണ്. ഇതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ഒരുപാട് ഓഫറുകളും ചാൻസുകളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇനി അടുത്ത വർഷമല്ലേ നമ്മുടെ വിരുന്നുകാരൻ നമ്മെ കാണാൻ വരികയുള്ളൂ. ആ സമയത്ത് നമ്മളിൽ ആരൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമദാൻ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാത്രിയായാൽ ബക്കത്തിസ് സമാവാതു വൽ അർദു വൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളും ആകാശഭൂമികളൊക്കെ പൊട്ടിക്കരയുമത്രേ. എന്തിന്? മുസീബത്തൻ ലി ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ വിപത്തോർത്തുകൊണ്ട്. ഖീല, മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു മുസീബത്തിൻ ഹിയ, അല്ലാഹുവിൻ്റെ മാലാഖമാരും ആകാശഭൂമികളൊക്കെ ഒന്നിച്ച് കരയണമെങ്കിൽ ഇതൊരു വലിയ വിപത്താണല്ലോ ഈ ഉമ്മത്തിൻ്റേത്. ഇത്രയും വലിയ ഈ മുസീബത്ത് എന്താണത് എന്ന് മഹാന്മാരായ സഹാബത്തുൽ കിറാം അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് ദഹാബു റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വിടപറയലാണ്. അതാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിപത്ത്. കാരണം ഈ ഒരു മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളാവുന്ന സത്യവിശ്വാസികൾക്ക് നൽകിയ മുഴുവൻ ആനുകൂല്യങ്ങളും റമദാനിൻ്റെ യാത്ര ചോദിക്കലിലൂടെ അവസാനിക്കുകയാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് നൽകിയത്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഖദറിൻ്റെ രാത്രി അടക്കം ഒരുപാട് അവസരങ്ങളാണ് അല്ലാഹു ഈ പുണ്യമാസത്തിലൂടെ ഒരുക്കി തന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ മഹത്വവും വലുപ്പവും അറിഞ്ഞ് മനസ്സിലാക്കി ഈ പുണ്യ റമദാനെ, ഈ വിരുന്നുകാരനെ വേണ്ടതുപോലെ സൽക്കരിച്ചവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഇനി ഈ സമയത്ത് സത്യവിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എൻ്റെ സ്വന്തത്തെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു മാസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ പുണ്യ റമദാനിൽ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നോമ്പെന്ന ആ ഇബാദത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമിട്ടത് നമ്മൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാവാനുള്ള ഒരു പരിശീലനമാണ്. അതാണല്ലോ വ്രതാനുഷ്ഠാനം നമുക്ക് നിർബന്ധമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളൊരു യഥാർത്ഥ മുത്തഖിയാവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന്. അൽഹംദുലില്ലാഹ്, ഏറെക്കുറെയൊക്കെ നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് മാറാൻ ഈ പുണ്യ റമദാനിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുണ്യ റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ഈ മാറ്റം, റമദാൻ വിട പറഞ്ഞാലും അത് നമ്മൾ നിലനിർത്തി പോകണം. നമ്മുടെ ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനവും മറ്റു കർമ്മങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെ
റമദാൻ കഴിഞ്ഞാലുള്ള നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായ ഈ മാറ്റം റമദാൻ കഴിഞ്ഞിട്ടും നമ്മളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ അതിഥിയെ നാം സൽക്കരിച്ചത് നമ്മുടെ അതിഥി നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അപ്പം അതുകൊണ്ട് പുണ്യ റമദാനിൽ നാം വളരെയേറെ മാറിയിട്ടുണ്ട്. ധാരാളം പുണ്യകർമ്മങ്ങളിൽ നമ്മൾ സജീവമായിരുന്നു. അതിലെടുത്തു പറയേണ്ടതാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം. എത്രയോ ഖതമുകൾ നമ്മുടെ കൂട്ടത്തിൽ പലരും ഓതി തീർത്തവരുണ്ടാകും ഈ പുണ്യ റമദാനിൽ. ഇനി റമദാൻ കഴിഞ്ഞാലും ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കരുത്. ഇത്ര തന്നെ നമുക്ക് കഴിയില്ലെങ്കിലും സാധ്യമാകുന്ന അത്ര ഓരോ ദിവസവും ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ ധാരാളം സുന്നത്തായ നിസ്കാരങ്ങൾ, വിത്ർ, തഹജ്ജുദ്, ളുഹ പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഈ പുണ്യ റമദാനിൽ നമ്മൾ സജീവമായിരുന്നു. എന്നാൽ ഈ വിരുന്നുകാരൻ നമ്മളിൽ നിന്ന് വിടചോദിച്ചു പോകുന്നതോടുകൂടെ നാം അതിൽ നിന്നൊന്നും പിന്തിരിയരുത്. അതൊക്കെ സജീവമായി തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകണം. അതൊക്കെ നമ്മുടെ പരലോക ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരെയൊക്കെ അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാൻ കഴിഞ്ഞാലും പുണ്യ റമദാനിൽ നാം പരിശീലിച്ച ഈ പുണ്യകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത്. അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നമ്മൾ അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും ബാധ്യസ്ഥനാണ്. ഒരു റമദാൻ മാസത്തിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടത്. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ മരണം വരെ അള്ളാഹു താല നിർബന്ധമാക്കിയതൊക്കെ നിർബന്ധമായി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പം അതിലൊക്കെ നമ്മൾ സജീവമായി നിലനിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർത്തി കൊണ്ടുപോകണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിരുന്നുകാരനെ മാന്യമായ നിലക്ക് സൽക്കരിച്ച് വിജയിച്ച വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.